ഓം ശ്രീ മഹാദേവി നമ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം നമ്മൾ ഇന്ന് 103, 104, 105 3 ശ്ലോകങ്ങൾ എടുക്കുന്നു. രക്തവർണ മാംസനിഷ്ഠ ഗൂഢാന്ന പ്രീത മാനസ സമസ്ത ഭക്ത സുഖത ലാകിന്യംബ സ്വരൂപിണി. രക്തവർണ മാംസനിഷ്ഠ ഗൂഢാന്ന പ്രീത മാനസ സമസ്ത ഭക്ത സുഖത ലാകിന്യംബ സ്വരൂപിണി. രക്തവർണ്ണ എന്ന് പറഞ്ഞാൽ രക്തവർണ്ണത്തോട് കൂടിയവൾ, അതായത് രജോഗുണ സ്വരൂപിണിയായവൾ എന്നാണ് അതിൻ്റെ സൂക്ഷ്മാർത്ഥം. മാംസനിഷ്ഠ, മാംസധാതുവിൽ അധിഷ്ഠിതയായവൾ, മാംസം ചൈതന്യവത്തായ ധാതുവായി നിൽക്കുന്നത് ലാഗിനി ദേവതയുടെ സാന്നിധ്യം കൊണ്ടാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ മാംസധാതുവിൽ അധിഷ്ഠിതയായവൾ എന്ന് പറയുമ്പോൾ ദേവിയുടെ ചൈതന്യവത്തായ ഒരു രൂപമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ലാഗിനി ദേവതയുടെ, ദേവിയുടെ ശക്തി സേന, ചുറ്റും ഒരുപാട് ദേവതകളുണ്ട്. ആ ദേവതകളിൽ ഒരാളാണ് ലാഗിനി ദേവത. ആ ദേവതയുടെ സാന്നിധ്യം കൊണ്ടാണെന്ന് പറയപ്പെടുന്നത്. ആ ദേവതമാരെല്ലാം ദേവിയുടെ അംശാവതാരമാണെന്ന് നേരത്തെ പറയുന്നുണ്ടല്ലോ. ഗുഢാന്ന പ്രീത മാനസ. ഗുഢാന്നം എന്ന് പറഞ്ഞാൽ ഗുഢം ശർക്കരയാണ്. ശർക്കര ചേർത്ത അന്നം. അന്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചോറ്. ശർക്കര ചേർത്ത ചോറ് എന്ന് പറഞ്ഞാൽ ശർക്കര പായസം, കടും പായസം എന്നൊക്കെ പറയില്ലേ നമ്മൾ. ദേവിക്ക് ഇഷ്ടപ്പെട്ട ഒരു നിവേദ്യമാണത്. ശർക്കര ചേർത്ത അന്നത്താൽ മനസ്സിൽ പ്രീതി ഉണ്ടാക്കുന്നവൾ. അപ്പോൾ ഗുഢ അന്ന പ്രീത മാനസ, അന്നത്തിൽ പ്രീതമായ മനസ്സ്. ശർക്കര പായസം പോലുള്ള നൈവേദ്യങ്ങളിൽ സന്തോഷിക്കുന്നവൾ എന്ന് അതിൻ്റെ സ്ഥൂലാർത്ഥം. സാത്വികമായ രുചിയാണ് മധുരം. അത് സൂക്ഷ്മമാണ്. സാത്വികമായ രുചി, മധുരം. ദേവി മധുരമുള്ള പദാർത്ഥങ്ങൾ ഇഷ്ടപ്പെടുന്ന, നൈവേദ്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. അങ്ങനെയുള്ളതിൽ സന്തുഷ്ടയാകുന്നത് സമർപ്പിക്കുന്നവരുടെ സന്തോഷത്തിനും കൂടി വേണ്ടിയാണ്. അപ്പോൾ നമ്മളതെല്ലാം സമർപ്പിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും, ദേവിക്ക് സന്തോഷമുണ്ടാകും. പിന്നെ സമസ്ത ഭക്ത സുഖത, സമസ്ത ഭക്തന്മാർക്കും, സമസ്തം എന്ന് പറഞ്ഞാൽ മുഴുവൻ ഭക്തന്മാർക്കും സുഖത്തെ പ്രദാനം ചെയ്യുന്ന ആളാണ് ദേവി. അപ്പം അതുപോലെ തന്നെ സുഖത്തെ മാത്രമല്ല, പാരത്രികമായതും ലൗകികമായതും എല്ലാ സമസ്ത സുഖമെന്നുദ്ദേശിക്കുമ്പോൾ പാരത്രികമായതും ഐഹികമായതും ലൗകികമായതുമായ എല്ലാ സുഖങ്ങളെയും ഭക്തന്മാർക്ക് പ്രദാനം ചെയ്യുന്നു. സമസ്ത എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. 2 സ്ഥലത്ത് അത് പറയുന്നുണ്ട്. സമസ്ത ഭക്തന്മാർക്കും, മുഴുവൻ ഭക്തന്മാർക്കും സുഖത്തെ പ്രദാനം ചെയ്യുന്നു. അത് മുഴുവൻ സുഖത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. ഐഹികമായതും പാരത്രികമായതുമായ സുഖങ്ങളെയാണ് ദേവി പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം യഥാർത്ഥ ഭക്തന്മാർക്ക് ദേവി കൊടുക്കുന്നു, പ്രദാനം ചെയ്യുന്നു. ലാഗിന്യംബ സ്വരൂപിണി, ലാഗിനി ദേവതയുടെ സ്വരൂപത്തോടു കൂടിയവൾ ദേവി യോഗിനി രൂപിയാണ്. മാതാവായും സംരക്ഷകയായും രൂപം ധരിക്കുമ്പോൾ, അങ്ങനെ ആ 2 രൂപങ്ങളും ധരിക്കുമ്പോൾ ദേവി ആത്മതത്വത്തിൽ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ ആത്മതത്വത്തിൽ സ്ഥിതി ചെയ്യുന്നവളത്രേ ദേവി. അതാണ് ഇവിടെ ലാഗിന്യംബ സ്വരൂപിണി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് 104 ശ്ലോകമാണ്. 103 നമ്മളിപ്പോൾ പറഞ്ഞത്. രക്തവർണ മാംസനിഷ്ഠ ഗൂഢാന്ന പ്രീത മാനസ സമസ്ത ഭക്ത സുഖത ലാകിന്യംബ സ്വരൂപിണി. അതാണ് 103 ശ്ലോകം. 104 സ്വാധിഷ്ഠാനാംബുജഗത ചതുർവക്ത്ര മനോഹര ശൂലാദ്യായുധ സമ്പന്ന പീതവർണാതിഗർവിത അതിഗർവിത. സ്വാധിഷ്ഠാനാംബുജഗത. സ്വാധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ മറ്റൊരു ആധാരചക്രമാണ്. ഷഡാധാരചക്രങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ആ ഷഡാധാരചക്രത്തിൽ 2ാമത്തേതായ സ്വാധിഷ്ഠാനം. സ്വാധിഷ്ഠാനം 2ാമത്തെ ആധാരമാണ്. സ്വാധിഷ്ഠാനാംബുജഗത, അംബുജം, അവിടെ ഒരു താമരയുണ്ട്. അഗ്നിതത്വമാണ് സ്വാധിഷ്ഠാനം. ആ സ്വാധിഷ്ഠാനത്തിൽ അഗ്നിതത്വാത്മകമായ സ്വാധിഷ്ഠാന ആധാരത്തിൽ അവിടെ 6 ദളങ്ങളുള്ള താമരപ്പൂവുണ്ടെന്നും അവിടെ ലളിതാംബികാദേവി കാകിനി ദേവതയായി ഇരുന്നരുളുന്നു എന്നും യോഗശാസ്ത്രം പറയുന്നു. ഇത് ഈ സ്വാധിഷ്ഠാനം എന്ന് പറയുന്ന ആധാരചക്രം ലിംഗസ്ഥാനത്തിന് നേരെയാണ്.
അപ്പോൾ നമ്മുടെ മൂലാധാരം കുണ്ടലിനി ശക്തിയിലേക്ക് പകർന്ന് പോകുന്നതിനെക്കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആധാരങ്ങളിൽ പലതിനെക്കുറിച്ചും മണിപൂരക, ചക്രം, ഇങ്ങനെ ഓരോന്നായിട്ട് ഇപ്പം പറയുന്നുണ്ട് ഓരോ ശ്ലോകങ്ങളിൽ കൂടി. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ആധാരം സ്വാധിഷ്ഠാനാംബുജഗത, സ്വാധിഷ്ഠാന ആധാരം എന്ന് പറയുന്ന ആധാരചക്രത്തിൽ ലിംഗസ്ഥാനത്തിനു നേരെ ഇരിക്കുന്ന ആധാരചക്രത്തിൽ 6 ദളങ്ങളുള്ള താമരപ്പൂവുണ്ടെന്നും അവിടെ ലളിതാംബികാ ദേവി കാകിനി ദേവതയായി ഇരുന്നരുളുന്നു എന്ന് യോഗശാസ്ത്രം പറയുന്നു. ഇത് ദേവിയുടെ മറ്റൊരു രൂപമാണ് കാകിനി ദേവത. അഗ്നിതത്വം എന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് ആധാരമായ ശക്തി ചൈതന്യം തന്നെയാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന് ആധാരമായ ശക്തിയാണ് അഗ്നി, ആ ശക്തി ചൈതന്യമാണ്. അപ്പോൾ ആ അഗ്നി എന്ന് പറഞ്ഞാൽ പ്രകാശം തരും, ഊർജം തരും, ഒപ്പം സംഹാരവും ചെയ്യും. അഗ്നി എല്ലാം ചുട്ടരിക്കുന്നതും അഗ്നിയാണ്, പ്രകാശം തരുന്നതും അഗ്നിയാണ്, നമുക്ക് ഊർജം തരുന്നതും അഗ്നിയാണ്. അപ്പോൾ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം അഗ്നിയിൽ ഉൾക്കൊള്ളുന്നു. ദേവിയെക്കുറിച്ച് പറയുമ്പോഴും സൃഷ്ടി സ്ഥിതി സംഹാരകാരിണിയാണ് ദേവി എന്നുകൂടി നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ചതുർവക്ത്ര മനോഹര, ദേവിക്ക് 4 മുഖങ്ങളെ കൊണ്ട് മനോഹരിയായവൾ. ഈ 4 മുഖങ്ങൾ എന്ന് പറയുമ്പോൾ ചതുർവക്ത്രം 4 മുഖം എന്ന് പറയുമ്പോൾ അത് ആത്മജ്ഞാനത്തിൻ്റെ പരമപ്രമാണമായ 4 വേദങ്ങളാണ് ദേവിയുടെ 4 മുഖങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ സഹസ്രനാമത്തിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. 4 വേദങ്ങളാണ് ദേവിയുടെ 4 മുഖങ്ങളായിട്ട്. ദേവിയുടെ ജ്ഞാനസ്വരൂപിണിയാണ് ദേവി. ആ ജ്ഞാനസ്വരൂപിണിയായ ദേവിയുടെ 4 മുഖങ്ങൾ 4 വേദങ്ങളാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ദേവിയെ കാകിനി രൂപത്തിൽ ധ്യാനിക്കുമ്പോൾ വേദവക്ത്രാം ത്രിനേത്രാം എന്ന് വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ വേദവക്ത്രാം, വേദം വക്ത്രമായിട്ടുള്ളവൾ, വേദം മുഖമായിട്ടുള്ള വേദവതി എന്ന് ദേവിയെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം 4 വേദങ്ങൾ 4 മുഖങ്ങളായി ആ വേദങ്ങളുടെ പരമ സത്ത ഉൾക്കൊണ്ട ചൈതന്യമാണ് ദേവി എന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ശൂലാദ്യായുധ സമ്പന്ന, ദേവി ആയുധങ്ങൾ കൊണ്ട് സമ്പന്നയാണ്. എങ്ങനെയുള്ള ആയുധങ്ങൾ കൊണ്ട്? ശൂലം, ആദിയായ ശൂലം തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ട് സമ്പന്നയാണ്. 102-ാമത്തെ ശ്ലോകത്തിൽ വജ്രാധികായുധോപേത, വജ്രം തുടങ്ങിയ ആയുധോപേത എന്ന് പറയുന്നിടത്ത് ഈ ആയുധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ശൂലം, ആദിയായ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ ശൂലം, കപാലം, പാശം, അവസാനം അഭയം എന്ന് പറയും. ഭൂഷണായുധം എന്നാണ് അതിനെ ആ ശ്ലോകത്തിൽ വിശേഷിപ്പിച്ചത്. ഭൂഷണായുധം, ആയുധം ഒരു ഭൂഷണമാണ്. എങ്ങനെയാണ്? ആ ആയുധം അഭയമാണ്. അഭയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംരക്ഷണമാണ്. അഭയം എന്നത് ആയുധമായി പറയുമ്പോൾ അത് ആർക്കാണ് സംരക്ഷണം? ഭക്തർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒന്നാണ് അഭയം. അപ്പോൾ ദേവിയുടെ ആയുധങ്ങൾ ശൂലാദി ആയുധങ്ങൾ ശൂലാദി ആയുധ സമ്പന്ന എന്ന് പറഞ്ഞാൽ ശൂലാദിയായ ആയുധങ്ങൾ കൊണ്ട് സമ്പന്നയായവൾ, ശൂലം തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ട് സമ്പന്നയായവൾ. ശൂലം, കപാലം എന്ന് പറഞ്ഞാൽ തലയോട്, പാശം, അഭയം എന്നിവ ധരിച്ചുകൊണ്ട് ദേവി വരുമ്പോൾ ആ വർണ്ണനയാണ്. അപ്പോൾ നേരത്തെ 102-ാമത്തെ ശ്ലോകത്തിലും ഇത് തന്നെ അഭയം എന്നതൊരു ആയുധമായിട്ട് പറയുന്നുണ്ട്. എന്നതിനേക്കാൾ അത് ഭൂഷണായുധമായിട്ട് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. ഭൂഷണായുധം എന്ന് പറഞ്ഞാൽ സംരക്ഷണം. ദേവി ശിക്ഷയും രക്ഷയും നൽകുന്നു. അതാണ് മാതൃഭാവത്തിൻ്റെ ശ്രേഷ്ഠത. ദേവിയിൽ ഉൾക്കൊള്ളുന്നത് മാതൃഭാവമാണ്. ആ മാതൃഭാവം രക്ഷയും ശിക്ഷയും നൽകുന്നു എന്നതാണ് ഇവിടെ അതിൻ്റെ ഒരു സൂക്ഷ്മമായ വശം. പീതവർണ്ണാതിഗർവിത, പീതവർണ്ണം കൊണ്ട് അതിഗർവിതയായവൾ ദേവി. പീതവർണ്ണം എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറം. മഞ്ഞ നിറം എന്നതിന് വേറൊരു വിശേഷണം കൂടിയുണ്ട്, സുവർണശോഭ. അങ്ങനെ സുവർണശോഭ കലർന്നതാണ് ദേവിയുടെ ആ സ്വരൂപം. സുവർണശോഭ കലർന്ന ദേവി ഐശ്വര്യം, സൗന്ദര്യം തുടങ്ങിയവയാൽ അതിഗർവോട് കൂടിയവളും വിശ്വാഹന്തയാണത്. വിശ്വമായ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു അഹന്ത എന്ന് പറഞ്ഞാൽ ദേവിയുടെ ഐശ്വര്യവും സൗന്ദര്യവും അതൊരു തെറ്റായ രീതിയിലുള്ള അഹങ്കാര രീതിയിലുള്ളതല്ല, മറിച്ച്
ആത്മാഭിമാനത്തിൻ്റെ പരമോന്നതമായ രൂപമാണ്. പരകാഷ്ഠ എന്ന് നമുക്ക് പറയാം. ആത്മാഭിമാനത്തിൻ്റെ പരകാഷ്ഠയിലാണ് അതിഗർവോട് കൂടിയവൾ എന്ന ആ വിശേഷണം ദേവിയെ വിശേഷിപ്പിക്കുന്നത്. വിശ്വാഹന്ത എന്നുകൂടി അതിന് അഹന്ത എന്നത് വിശ്വാഹന്ത, ലോകം പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതിൻ്റെ ഒരു ഗർവ്, അഹന്ത, അഹങ്കാരം എന്ന് നമ്മുടെ മനുഷ്യർ പറയുന്ന സാധാരണ വാക്കല്ല ഉപയോഗം. നേരെ മറിച്ച് ദേവിയുടെ ആത്മശക്തിയാണ്, ആത്മാഭിമാനമാണ് അവിടെ ഗർവ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ദേവിയുടെ വിശേഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വാധിഷ്ഠാനാംബുജഗത ചതുർവക്ത്ര മനോഹര ശൂലാദ്യായുധ സമ്പന്ന പീതവർണാതിഗർവിത, പീതവർണ അതിഗർവിത, സ്വാധിഷ്ഠാന അംബുജഗത ചതുർവക്ത്ര മനോഹര ശൂലാദ്യായുധ സമ്പന്ന പീതവർണ അതിഗർവിത. ഇതാണ്. അങ്ങനെ നമ്മൾ വിട്ട് പറയുമ്പോൾ, പിരിച്ചു പറയുമ്പോഴാണ് നമുക്ക് ആ വാക്കുകളുടെ പൂർണ്ണമായ അർത്ഥം മനസ്സിൽ കയറുന്നത്. അടുത്തത് 105-ാമത്തെ ശ്ലോകം. മേധോനിഷ്ഠ മധുപ്രീത ബന്ധിന്യാദി സമന്വിത ദധ്യന്നാസക്ത ഹൃദയ കാകിനി രൂപധാരിണി. കാകിനി ദേവതയെയാണ് ഈ ശ്ലോകം 2 ശ്ലോകങ്ങളിലും 3 ശ്ലോകങ്ങളിലായിട്ട് വർണ്ണിക്കുന്നത്. എല്ലാം കാകിനി ദേവതയെക്കുറിച്ചാണ്. മേധോനിഷ്ഠ, മേധോ എന്ന് പറഞ്ഞാൽ മേധസ്. മേധസ് എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ ആണ് മേധോനിഷ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ മേധസ് എന്ന് പറഞ്ഞാൽ ശരീരപുഷ്ടിയെ കാണിക്കുന്നതാണ് മേധസ്. അങ്ങനെയാണ്, ശരീരത്തിൽ ഒരു പുഷ്ടിമ വരുമ്പോൾ അതിനെ മേധസ് എന്ന് പറയും. അപ്പോൾ അതൊരു സൗന്ദര്യമായിട്ട് കണക്കാക്കും. ശരീരപുഷ്ടിയെ കാണിക്കുന്ന മേധസ്സിൽ ഓരോ ജീവിയിലും ചൈതന്യമായി ദേവീ ശക്തിയുണ്ട്. അപ്പോൾ ശരീരപുഷ്ടി കാണിക്കുന്ന ആ സൗന്ദര്യത്തിൽ, ആ ശക്തിയിൽ, അതിൽ ദേവിയുടെ ചൈതന്യം കുടികൊള്ളുന്നുണ്ട് എന്നാണ് പറയുന്നത്. മേധോനിഷ്ഠ, അപ്പോൾ മേധസ്സിൽ നിഷ്ഠയാണ് ദേവി, അതിൽ ഉൾക്കൊള്ളുന്നവളാണ് ദേവി. പിന്നെ ദേവി എന്താണ്? മധുപ്രീത, മധു ഇഷ്ടപ്പെടുന്നവളാണ്. മധു എന്ന് പറഞ്ഞാൽ തേൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മധുപ്രീത, മധു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ തേൻ കൊണ്ട് പ്രീതയാകുന്നവൾ. ദേവിക്ക് തേൻ ദേവിയുടെ നൈവേദ്യമായിട്ട് ദേവി സ്വീകരിക്കുന്നുണ്ട്. പഞ്ചാമൃതം പോലുള്ള നൈവേദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ തേൻ ചേർക്കുന്നുണ്ട്. പിന്നെ തേനിന് മറ്റൊരർത്ഥം മദ്യം എന്നർത്ഥമുണ്ട്. മധു എന്ന വാക്കിന് മദ്യം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ മധു ചേർന്ന ഹവിസ് ആഹുതി ചെയ്യുന്നതിൽ ദേവി പ്രീതയാകുന്നു. മദ്യം ചേർന്ന ഹവിസ് ആഹുതി ചെയ്യുമ്പോൾ ദേവി അത് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ വാമാചാരം എന്ന് പറഞ്ഞാൽ വിപരീത ആചാരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. വാമാചാരപ്രകാരം മദ്യമാംസാദികൾ ദേവിക്ക് സമർപ്പിച്ച് ആരാധിക്കുന്ന ഒരു പ്രാകൃത ജനങ്ങളുണ്ട്. ആ പ്രാകൃത ജനങ്ങളുടെ സമർപ്പണത്തിൽ ദേവി തൃപ്തയാകുന്നു എന്നും പറയാറുണ്ട്. അതെപ്പോഴും കാളി മാതാവ് എന്ന് പറഞ്ഞാണ് അവർ ആരാധിക്കാറുള്ളത്. അപ്പോൾ അത് ഒരു പ്രാകൃത ജനസമൂഹമാണ്. അവർ ഇങ്ങനെ പരിഷ്കൃത ജനങ്ങളിൽ പെടുന്നതല്ല. കാട്ടിലൊക്കെ വളർന്ന് ജീവിച്ച് ആ ആചാരങ്ങളിൽ കൂടി പോകുന്ന ആളുകളാണ്. അപ്പോൾ മദ്യമാംസാദികൾ അവർക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ദേവിക്ക് അവരത് സമർപ്പിക്കുന്നു. ആ സമർപ്പിക്കുമ്പോൾ ദേവി അത് ഇഷ്ടപ്പെടുന്നു. അവരുടെ സമർപ്പണം എന്ന് പറഞ്ഞാൽ അത് ഹൃദയപൂർണമായ സമർപ്പണമാണ്. അതിൽ അഭിനയമോ അല്ലെങ്കിൽ കാപട്യമോ ഇല്ല. അപ്പോൾ അത് പ്രാകൃത ജനങ്ങളുടെ സമർപ്പണത്തിൽ കൂടുതൽ തൃപ്തയാകുന്നവളാണ് ദേവി. അവിടെ കളങ്കം ഉണ്ടാവില്ല. അപ്പോൾ സൂക്ഷ്മാർത്ഥത്തിൽ അങ്ങനെ ദേവി അത് മദ്യം ചേർന്ന ഹവിസ് സ്വീകരിക്കുന്നതും അതിലിഷ്ടപ്പെടുന്നവളുമാകുന്നു. പിന്നെ സൂക്ഷ്മമായി പറയുമ്പോൾ മറ്റൊന്നുകൂടിയുണ്ട്. മധു എന്നത് ബ്രഹ്മാനന്ദ രസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ ബ്രഹ്മാനന്ദ രസവും ദേവി ഈ പൂജയിൽ അനുഭവിക്കുന്നുണ്ട്, അതിഷ്ടപ്പെടുന്നുണ്ട്. അടുത്തത് ബന്ധിന്യാദി സമന്വിത. ദേവിയുടെ മറ്റൊരു വിശേഷണമാണ് ബന്ധിന്യാദി സമന്വിത. ബന്ധിനി എന്ന് പറയുന്നത് മറ്റൊരു ദേവതയാണ്. ആറ് ദേവതമാരോട് കൂടിയവൾ. അതിൽ ബന്ധിനി ഒരു ദേവതയാണ്. ദേവിക്ക് ചുറ്റും ഈ ഷഡാധാരങ്ങളുടെ ഓരോ അധിഷ്ഠാന ദേവതകളുണ്ട്. അപ്പോൾ ബന്ധിനി ആദി സമന്വിത, ബന്ധിനി ആദി സമന്വിത, ബന്ധിനി മുതലായ, ആദി എന്ന് പറയുമ്പോൾ മുതലായ
6 ദേവതമാരോട് കൂടിയവൾ, സമന്വിത എന്ന് പറഞ്ഞാൽ കൂടിയവൾ. അപ്പോൾ സ്വാധിഷ്ഠാന പത്മത്തിൽ, നേരത്തെ സ്വാധിഷ്ഠാന ചക്രത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അവിടെ 6 ഇതളുള്ള താമര ഉണ്ടെന്ന് പറഞ്ഞു. ആ പത്മത്തിൽ കർണികയിൽ മഹാദേവി സ്ഥിതി ചെയ്യുമ്പോൾ പത്മത്തിൻ്റെ ഇതളുകളിൽ ബന്ദിനി, ലംബോഷ്ടി തുടങ്ങിയ 6 ദേവതമാർ ദേവിയെ പരിപാലിച്ചുകൊണ്ട്, ദേവിയെ സേവിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. ഇവരെല്ലാം ശക്തി ദേവതമാരാണ്. ഭണ്ഡാസുരനുമായിട്ട് യുദ്ധം ചെയ്യാൻ വന്ന ദേവിയുടെ ശക്തി സൈന്യത്തിലെ ആളുകളാണ് ഈ ദേവതമാരെല്ലാം. ഇവരെല്ലാവരും കൂടി ആണ് ശരിക്ക് ആ ഭണ്ഡാസുര സൈന്യത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്തത്. അപ്പോൾ ദേവിയുടെ കൂടെയുള്ള അംഗരക്ഷകരും ദേവിയുടെ യോദ്ധാക്കളും മന്ത്രിയും സൈന്യാധിപയും എല്ലാം സ്ത്രീകളാണ്. അതാണ് ഏറ്റവും രസകരമായൊരു കാര്യം. ആ ശക്തി സേനയുമായിട്ടാണ് വന്ന് ഭണ്ഡാസുര നിഗ്രഹം നടത്തുന്നത്, ഭണ്ഡാസുര സൈന്യത്തെ മുഴുവൻ വധിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാകിനി ദേവി, ഡാകിനി ദേവി, ബന്ദിനി, ലംബോഷ്ടി എല്ലാവരും ദേവിയുടെ ശക്തി സേനയിലെ ദേവതമാരാണ്. അപ്പോൾ കാകിനി ദേവതയ്ക്ക് ശക്തി പകർന്നു കൊടുത്തുകൊണ്ട് ഇവരെല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ദധ്യന്നാസക്ത ഹൃദയ. ദധ്യന്നാസക്ത ഹൃദയ. ദധ്യ അന്നം എന്ന് പറഞ്ഞാൽ ദധി പ്ലസ് അന്നം. അന്നം അറിയാമല്ലോ, ദധി എന്ന് പറഞ്ഞാൽ തൈര്. അപ്പോൾ തൈര് ചേർത്ത അന്നം, ചോറ്, തൈര് ചേർത്ത ചോറ്. അതിൽ ആസക്ത ഹൃദയമാണ്. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് ദേവി, ഒരുപാട് ഇഷ്ടപ്പെടുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു എന്ന് പറയാറുണ്ട്, അതൊരു തെറ്റായ പ്രയോഗമാണെന്ന് എനിക്കറിയാം. ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയം ജനിപ്പിക്കുന്നതാണ്, അങ്ങനെ പറയാൻ പാടില്ല. നമുക്കൊരാളെ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഇഷ്ടമെന്ന് പറയും ഒരു സാധാരണ ഭാഷയിൽ. പക്ഷേ ഇത് ദധ്യ അന്ന ആസക്ത ഹൃദയ. ദധി ചേർത്ത അന്നത്തിൽ, തൈര് ചേർത്ത ചോറിൽ ആസക്ത ഹൃദയമാണ്. ആസക്തം എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഹൃദയത്തോട് കൂടിയതാണ്. തൈര് ചേർന്ന അന്നം ഇഷ്ടപ്പെടുന്നവൾ. സാത്വികവും നിർമ്മലവുമായ നൈവേദ്യമാണ് ദേവിക്ക് പ്രിയപ്പെട്ടത്. അതാണ് അതിൻ്റെ സൂക്ഷ്മരൂപം. സാത്വികമാണ് ഈ തൈര് ചേർത്ത അന്നം എന്ന് പറയുന്നത്. സാത്വികമാണ്, നിർമ്മലമാണ്. ആ പാലിൽ നിന്നാണല്ലോ തൈരുണ്ടാക്കുന്നത്. ആ സാത്വികവും നിർമ്മലവുമായ നൈവേദ്യമാണ് ദേവിക്ക് പ്രിയപ്പെട്ടത്. അടുത്തത് കാകിനി രൂപധാരിണി. ദേവി 104, 105 ശ്ലോകങ്ങളിൽ ഈ കാകിനി ദേവതയെയാണ് വർണ്ണിക്കുന്നത്. അപ്പം നിരവധി സവിശേഷതകൾ ആ കാകിനി ദേവതയ്ക്ക് ഉണ്ടെന്ന് നമ്മൾ ഈ ഇപ്പം നോക്കിയ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. കാകിനി രൂപധാരിണി, കാകിനി എല്ലാം ഈ കാകിനി ദേവിയെക്കുറിച്ചുള്ള വിശേഷണങ്ങളുണ്ട് അതിലെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ദേവി തന്നെയാണത്. ദേവിയുടെ ഓരോ അംശരൂപങ്ങളാണ് ഈ പറഞ്ഞ എല്ലാം. ആ ദേവതമാരെല്ലാം അവരെല്ലാവരും ദേവിയുടെ കൂടെ നിന്നുകൊണ്ടാണ് ഈ യുദ്ധമെല്ലാം നടത്തിയത്. മാത്രമല്ല ദേവിയെ പ്രകീർത്തിക്കുന്നതും ചുറ്റും ഈ ദേവതമാരെല്ലാം ഉണ്ട്. അപ്പോൾ മേധോ നിഷ്ഠ മധുപ്രീത ബന്ദിന്യാദി സമന്വിത ദധ്യന്നാസക്ത ഹൃദയ കാകിനി രൂപധാരിണി. ദേവി കാകിനിയുടെ രൂപം ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദേവി എല്ലാത്തിലും ദേവി ആ സ്വരൂപിണി എന്ന് പറയുമ്പോൾ അതാത് ദേവതമാരുടെ സ്വരൂപം ധരിച്ചവൾ എന്നാണ്. അവിടെ എല്ലാം ദേവി, ഈ ദേവതയെല്ലാം ഒന്നാണ്, ഭിന്നമല്ല. ആ അദ്വൈതം എന്ന് പറയുന്ന ആ ഒരവസ്ഥയിലാണ് ദേവി. അപ്പോൾ ആ ദേവി തന്നെയാണ് ദേവിക്ക് ചുറ്റുമുള്ള ദേവതാ അംശങ്ങളെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ അത് ദേവി ലളിതാംബിക ത്രിപുര സുന്ദരി ആയി മാറുന്നു. അതാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓം ശ്രീ മഹാദേവി നമഃ.